ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ആള് പാർലമെന്റിൽ പോയി അവിടുന്ന് പോയി ഇവിടെയുള്ള ആൾക്കാരൊക്കെ കോൺഗ്രസ്സുകാരിലായിരുന്നേ. എന്തെങ്കിലും കേരളത്തിന് വേണ്ടി ശബ്ദിച്ചില്ല. ഇവർ പോയ ലോക്സഭയിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും മുണ്ട് മുളച്ചു തവറാൻ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലത്തെ അവസ്ഥയാണ് കേരളത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം 19 വിജയിക്കുന്നത് 18 ഉറപ്പായിട്ട് കിട്ടും. പ്രാവശ്യം അത് ഒരെണ്ണം പോക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അത് പറയാനായിട്ടില്ല. അങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. സുനിൽകുമാർ ഒരു തർക്കമില്ല. 916 അത്ര ഉറപ്പെന്ന് പറഞ്ഞാൽ ആള് പൊതുരംഗത്ത് പ്രവർത്തിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഒക്കെ ഉപകാരം തന്നെ ചെയ്തിട്ടുള്ളൂ. അത് മന്ത്രിയായിരുന്നപ്പോ കുറെ പ്രവർത്തനങ്ങൾ ചെയ്തതൊന്നും ഇപ്പൊ പ്രവർത്തിക്കണില്ല, അത് നശിച്ചു പോവാന്നൊക്കെ ഒരു പരാതികൾ. അത് വെറും സ്റ്റണ്ടല്ലേ, ഇലക്ഷൻ സ്റ്റണ്ട്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഹൃദയത്തിലെ സ്ഥാനം സുനിൽകുമാറിനെന്നാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ സുരേഷ് ഗോപി 5 വർഷത്തോളമായിട്ട് ഇപ്പൊ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും പല നല്ല പ്രവർത്തനം ചെയ്തു എന്നാണ് ആള് പറയുന്നതല്ലേ. ആള് പറയുന്നതും മാധ്യമങ്ങളൊക്കെ ആള് 5 കൊല്ലം രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ആളല്ലേ. ഈ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി, കേരളത്തിലെ ദുരിതങ്ങൾ മുഴുവൻ വന്നിട്ട് ഇതിന് ഒരു അക്ഷരം മിണ്ടിയിട്ടുള്ള ഇത് കേട്ടിട്ടുണ്ടോ? ഒരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല കേരളത്തിന് അനുകൂലമായിട്ട്. സുരേഷ് ഗോപി ജയിച്ചിട്ടൊരു കാര്യമില്ല. എന്ത് കാര്യമാണ്? BJPക്ക് കാര്യമുള്ളൂ. നിലവിലെ MP ആയിരുന്ന കെ മുരളീധരൻ മത്സരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ മുരളീധരൻ ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധ്യതകള്? എന്ത് സാധ്യത? ആള് പാർലമെന്റിൽ പോയി അവിടുന്ന് പോയി ഇവിടെയുള്ള ആൾക്കാരൊക്കെ കോൺഗ്രസ്സുകാരിലായിരുന്നേ. എന്തെങ്കിലും കേരളത്തിന് വേണ്ടി ശബ്ദിച്ചില്ല. അപ്പൊ കേരളത്തിന്റെ ശബ്ദം അവിടെ കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂർ സുനിൽകുമാർ എടുക്കും, സത്യമായിട്ട് എടുക്കും. ചേട്ടാ, ഇത്തവണ തൃശ്ശൂർ ആരെടുക്കും? സുനിൽകുമാർ. അതെത്ര ഉറപ്പ്? ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം അതേമാതിരിയാണ് ഞങ്ങൾക്ക് പെൻഷൻ ഇതൊക്കെ കിട്ടാത്തത് കേന്ദ്രത്തിൽ നിന്നുള്ള സഹായങ്ങൾ BJP ഗവൺമെന്റ് കൊടുക്കാണ്ടാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ആവശ്യമാണ്. തൃശ്ശൂർ സുനിൽകുമാർ ജയിക്കേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. സുനിൽകുമാർ തൃശ്ശൂർ ജയിച്ച കേന്ദ്രത്തിലൊരു കേരളത്തിന് ശബ്ദമായിട്ടുണ്ടാവുന്നാണോ പറയുന്നത്? അതെ അതെ, ഉണ്ടാവും. അപ്പൊ കേരളത്തിന് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ സുനിൽകുമാറിനെ പോലെ ആൾക്ക് പറ്റുമെന്നുള്ളതാണോ? പറ്റും. അപ്പൊ ഈ സുരേഷ് ഗോപിക്ക് ഒക്കെ കേന്ദ്രത്തിൽ പോയി അവരുടെ ഭരണം തന്നെ വീണ്ടും വരികയാണെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റായല്ല, അതില് കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചാലും ഇത്രയ്ക്ക് ചെയ്യാൻ പോണുള്ള ജയിക്കില്ല. ഒന്നാമത്തേല് സുനിൽകുമാറിനെ ജയിക്കും. അപ്പൊ ഈ കെ മുരളീധരന് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? യാതൊരു സാധ്യതയും കാണാനില്ല. 3-ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് ഇപ്പൊ പറയുന്നത്. അവർക്ക് വർക്ക് ചെയ്യാൻ തന്നെ ആൾക്കാരില്ല. ഇപ്പൊ ഈ വഴിയിൽ തന്നെ നോക്കിയാൽ വാൾ പോസ്റ്റ് പോലും കാണാനില്ല മുരളീധരന്റെ. അപ്പൊ ഇപ്രാവശ്യം സുനിൽകുമാർ തൃശ്ശൂർ എടുക്കും. LDFന്റെ ഭരണപരാജയവും നരേന്ദ്രമോദിയുടെ ഭരണ വികസനവുമാണ് ഇതിന് യഥാർത്ഥ കാരണം. സുരേഷ് ഗോപി എടുക്കുന്ന ഉറപ്പ് പറയാൻ കാരണം ഈ ഒറ്റ കാരണം തന്നെയാണോ? ഒറ്റ കാരണം ഇവിടെ എല്ലാവർക്കും പെൻഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു. ഇവർ പറയും പെൻഷൻ കിട്ടില്ലെങ്കിൽ പറയും കേന്ദ്രം കൊടുക്കുകയാണ്. കേന്ദ്രം എല്ലാ ഫണ്ടും കേരളത്തിന് കൊടുക്കുന്നുണ്ട്. ഇവർ പറയുന്നത് കേന്ദ്രം തരില്ലേ. കേന്ദ്രം കടം കൊടുക്കാത്തതുള്ളൂ. പക്ഷേ GST ആയാലും മറ്റു എല്ലാ മറ്റേ നിർമ്മല സീതാരാമൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് കേരളത്തിന് വിഹിതം എല്ലാം കൊടുത്തിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവർ പറയണത് കേന്ദ്രത്തിൽ കിട്ടില്ല. ഇവിടെ സാധാരണക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല, ഈ അംഗനവാടി ടീച്ചർമാർ ശമ്പളമില്ല. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ ആർക്കും ശമ്പളം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരുന്നത് ജനങ്ങൾ അനുഭവിക്കാൻ പോവാണ്. ഇവിടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും യൂണിയൻ ഉള്ളതുകൊണ്ട്, ഇവരെ LDFന് യൂണിയൻ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഒന്നും പുറത്തേക്ക് വരാത്തത്. ഇവരൊക്കെ മൂടി വയ്ക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ യഥാർത്ഥമായ മരുന്നുകളില്ല, ഡയാലിസിസ് നടക്കണില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു. പക്ഷേ പുറത്തേക്കൊന്നും വരുന്നില്ല. എന്താ വെച്ചാൽ എല്ലാം ഇവരെ യൂണിയനാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിലത്തെ ഈ ഭരണപരാജയമാണ് സത്യം. ഓക്കെ, അതെ. ഈ കോൺഗ്രസിന്റെ ഒരു കെ മുരളീധരൻ പോലുള്ള ആളുകളൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ ഇവിടെ. ആളിപ്പോ വടകരയിൽ കൂടെ ഒന്ന് മത്സരിക്കുകയാണ്. കരുണാകരന്റെ മോനാണ്. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ സുരേഷ് ഗോപിക്ക് ഒരു ഭീഷണിയാവും? ഒരിക്കലും ഇല്ല. ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ BJPക്ക് അനുകൂലമാണ്. സത്യം പറയാം. എന്നുവെച്ചാൽ
ഇവർ ജയിച്ചു പോയാലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരിക. പിന്നെ ഇവർ ജയിച്ചു പോയിട്ട് എന്താ ചെയ്യുക? അത് ഞങ്ങൾ പല വീടുകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം, ഒന്നും ചെയ്യാൻ കൂടിയില്ല. ഇവർ പോയ ലോക്സഭയിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും മുണ്ട് മുളച്ചു തവറ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലത്തെ അവസ്ഥയാണ് കേരളത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കും ഇത് തന്നെയാണ് അവസ്ഥ. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സുനിൽകുമാർ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്നു. നെല്ല് കൃഷിമന്ത്രി അന്ന് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നെല്ല് കർഷകർക്ക് എല്ലാ ആനുകൂല്യം കൊടുക്കുന്നു പറഞ്ഞു. ഇതുവരെ നെല്ല് കർഷകർക്ക് ആത്മഹത്യയുടെ ഗതികേടാണ് വന്നിരിക്കുന്നത്. സബ്സിഡി കിട്ടാണ്ട് കുട്ടനാടിലൂടെയൊക്കെ നെല്ല് സംഭരിച്ചിട്ട് കൂട്ടിയിട്ട് നശിച്ചു പോയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കിട്ടാത്ത ആളുകളുണ്ട്, സബ്സിഡി കിട്ടാത്ത ആളുകളുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ സുരേഷ് ഗോപിയുടെ ഒരു താരമൂല്യമല്ല, നരേന്ദ്രമോദിയുടെ ഭരണവിജയമാണ്. സത്യം സുരേഷ് ഗോപി ജയിക്കുന്നില്ല. 100% ഉറപ്പ്, 150% ഉറപ്പ്. ഇത്തവണ തൃശ്ശൂർ ആരെടുക്കാൻ സാധ്യത? അത് മുരളി ഉറപ്പായിട്ടും ജയിക്കും, യാതൊരു സംശയമില്ല. എന്തുകൊണ്ട് എത്ര ഉറപ്പ്? എന്താ കാരണങ്ങളിൽ അത് അതിനുള്ള മറ്റു രണ്ട് കൂട്ടിനും കൂടി അതിനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ സാമ്പത്തിക വർഷങ്ങൾ കംപ്ലീറ്റ് ആയത് ബാങ്കുകളെ ഒന്നും നമ്പർ 10 പൈസ ഇല്ലാണ്ടൊക്കെ അവർ അടിച്ചു മാറ്റിയിരിക്കുക. എന്നിട്ട് അവരുടെ കള്ളപ്രചരണം നടത്തുക. അതുകൊണ്ടാണ്. അപ്പോൾ ഈ BJPയും മറ്റു ഇടതുപക്ഷ സംഘടനകളും ഇവിടെ അധികാരം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ബാങ്കുകളുടെ പ്രശ്നങ്ങൾ നടക്കുന്ന മാതിരി കാശ് കാണുന്നില്ല, ആരുടെ അടുത്തുള്ള ഒരു തെളിവും കാണുന്നില്ല. കേന്ദ്രത്തില് മോഡി 10 വർഷം കൊണ്ട് അതെല്ലാം കണ്ടീഷൻ ഉറപ്പ് പറഞ്ഞിരിക്കല്ലേ. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പൊതു സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് വിറ്റ് ആള് കാശാക്കി. പിന്നെ എങ്ങനെ ഉണ്ടാകുന്നു? കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഇതിലൊക്കെ മാറ്റം ഉറപ്പായിട്ടുണ്ടാവും. ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടാവും തന്നെ, ഒരു സംശയമില്ല കാര്യത്തിൽ. ഏകദേശം കേരളത്തിൽ എത്ര സീറ്റ് വരെ കോൺഗ്രസിന് വിജയ സാധ്യത? കഴിഞ്ഞ പ്രാവശ്യം 19 വിജയിച്ചിരിക്കുന്നത്, 18 ഉറപ്പായിട്ട് കിട്ടും പ്രാവശ്യം. അത് പോക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എവിടെയാണ് പോകാൻ സാധ്യത? അത് പറയാനായിട്ടില്ല. അപ്പൊ തൃശ്ശൂർ ജില്ലയില് ഉറപ്പ്. അപ്പൊ സുരേഷ് ഗോപിക്കൊന്നും ഒരു സാധ്യതയില്ല. അതൊന്നും വെറുതെ പേരിന് നടക്കാണ്, സിനിമത്തെ ഡയലോഗ് അടിച്ച് നടക്കാം തന്നെ. സുനിൽകുമാറിന് എന്തെങ്കിലും സാധ്യതയാണുണ്ടോ തൃശ്ശൂര്? ഇത് നമ്മളിവിടെ മന്ത്രിക്കല്ലായിരുന്നേ, നമ്മളെ കൂട്ടിന്റെ ആൾ ഇങ്ങോട്ട് സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ. അപ്പൊ 2ാം സ്ഥാനം ആർക്ക് കിട്ടുന്ന പ്രതീക്ഷ? അത് സുനിൽകുമാർ കിട്ടാൻ സാധ്യത. അപ്പൊ ക്യാമറ 1ാം സ്ഥാനത്ത് അത് ഉറപ്പായിട്ട് എത്തും. 3ാം സ്ഥാനത്തേക്ക് പോകുന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സാധ്യത പോവാൻ. ചേട്ടാ, ഇത്തവണ തൃശ്ശൂര് ആര് ജയിക്കും? മുരളീധരൻ ജയിക്കും. അതെന്തുകൊണ്ടത്? അത് പ്രവർത്തനം അങ്ങനെയുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട്. മുരളീധരൻ ഇതിന് മുന്നൊരു തവണ തന്നിട്ട് തോറ്റുപോയതാണ്, അച്ഛനും തോറ്റുപോയതാണ്. ഇത്തവണ എന്താ കൂടുതൽ സാധ്യത? ഈ പ്രാവശ്യം ആൾക്കാർക്ക് ബോധം വന്നതുകൊണ്ട് ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. കേന്ദ്രത്തിന്റെ ഭരണത്തിനോടുള്ള മടുപ്പോ അതോ കേരളത്തിലെ ഭരണത്തിനോടുള്ള മടുപ്പാണോ ജനങ്ങളെ കോൺഗ്രസിലേക്ക് എത്തിക്കുക? അത് ഭരണം മോശമായ കാരണം കൊണ്ടാണ്. എല്ലാവർക്കും അതൊരു ഇതായിട്ട് ജോലിയാണെങ്കിൽ ഇല്ല, കഞ്ചാവും മറ്റുള്ള ഇതാണ് കൂടുതൽ. ഇപ്പോൾ ലഹരി വസ്തുക്കളാണ് കൂടുതൽ വിൽപ്പന. അപ്പൊ ഇത്തവണ തൃശ്ശൂര് മുരളീധരൻ ജയിക്കും. മുരളീധരൻ ജയിക്കും. സുരേഷ് ഗോപിക്കും സുനിൽകുമാറിനൊക്കെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അവർക്ക് കിട്ടാൻ വഴിയില്ല. ഇല്ല. അപ്പൊ കേരളത്തിലെ 20 സീറ്റും തവണ UDF നേടുന്നതാണോ ചേട്ടൻ അഭിപ്രായം? അതെ അതെ. അപ്പൊ കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവും. ഭരണമാറ്റം ഉണ്ടാവണം. തൃശ്ശൂര് മുരളീധരൻ MP ആയിട്ട് പാർലമെന്റിൽ പോകും. അതെ അതെ. ചേച്ചി, ഇത്തവണ തൃശ്ശൂര് ആര് ജയിക്കുന്നാണ് ചേച്ചിക്ക് തോന്നണത്? ഇത്തവണ സുരേഷ് ഗോപി സാർ ജയിക്കുമെന്ന് തോന്നുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? സാറ് അങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ തുടർന്ന് ജയിച്ചാലും ഉപകാരങ്ങൾ ചെയ്യുന്നതാണ് വിശ്വാസം. ജയിച്ച് കേന്ദ്രത്തിലേക്ക് മന്ത്രിയായി പോകുന്നു തോന്നുന്നുണ്ട്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നതാണോ തോന്നുന്നത്? മറ്റുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇപ്പൊ സുനിൽകുമാറുണ്ട്, മുരളീധരനുണ്ട്, ഇവർക്കൊക്കെ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ട് ഇവിടെ? അതിനെ പറ്റി എനിക്കറിയില്ല. അപ്പൊ ഇവിടെ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കുന്നുള്ളതാണ് ചേച്ചിയുടെ അഭിപ്രായം. ചേച്ചി, ഇത്തവണ തൃശ്ശൂര് ആരെടുക്കും? ഈ തവണ സുരേഷ് ഗോപി സാർ എടുക്കും. അതെന്തുകൊണ്ടാണ്? ജനങ്ങളെ, പാവങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള ഒരു മനസ്സുണ്ട് സുരേഷ് ഗോപി സാറിന്. അതുകൊണ്ട് സുരേഷ് ഗോപി സാറാണ് ജയിക്കുക. നിങ്ങളുടെ നാടിന് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ടോ? നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട ഒരു പയ്യന് ഇവിടെ വരന്തരപ്പള്ളിയിൽ ഒരു കണ്ണിൽ ഇല്ലാത്തൊരു പയ്യന് വീട് വെക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തു. വീട് പണി കഴിഞ്ഞോ? വീട് പണി കഴിഞ്ഞു, അതറിയില്ല.
അപ്പോൾ സുരേഷ് ഗോപി ഇവിടുന്ന് ജയിച്ച് കേന്ദ്രത്തിൽ മന്ത്രി ആവണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ഉപകാരങ്ങളുണ്ടാവും. ഉപകാരങ്ങളുണ്ടാവും. മറ്റു സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്തെങ്കിലും അറിയോ? കുമാറിനെ കുറിച്ചോ മുരളീധരനെ കുറിച്ചോ അവർക്കൊക്കെ എന്തെങ്കിലും ജയസാധ്യത ഉണ്ടോ? ജയസാധ്യത ഇല്ല, അവരെ കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വരുന്നതാണോ? മോദി തന്നെ അധികാരത്തിൽ വരും. 3ാം തവണ മോദി അധികാരത്തിൽ വരും. സുരേഷ് ഗോപിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്നാണോ പ്രതീക്ഷ? കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഒരുപാട് സഹായങ്ങൾ വീണ്ടും ചെയ്യും. എല്ലാവർക്കും വേണ്ടി ചെയ്യും, സഹായങ്ങൾ ചെയ്യും. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.